ഹലോ ഗായ്സ്, അങ്ങനെ പതിവ് പോലെ നമ്മുടെ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എടുക്കാനുള്ള ക്യാനുകളുടെ നമ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇന്നാണെങ്കിൽ ലോലൂസിന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ ലോലൂസിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാനും വേറൊരു കുട്ടിയും എൻ്റെ സെയിം ഏജുള്ള ഒരു കുട്ടിയും പിന്നെ ഒരു താത്തയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോ ദിവസത്തെ പാലിൻ്റെ കണക്കുകളാണ് കേട്ടോ. ഇത് നമുക്ക് 100 മുതൽ 200-ൻ്റെ ഉള്ളിൽ 300-ൻ്റെ ഉള്ളിൽ വരെയാണ് നമ്പറുകൾ ഉള്ളത്. ഇതൊക്കെ ഓരോ ക്യാനുകളുടെ നമ്പറാണ്. പിന്നെ അതിൽ വരുന്ന ഇതിൻ്റെ വെയിറ്റും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു 10 ദിവസത്തോളം ആയല്ലോ, അപ്പോൾ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കണക്കൊക്കെ ഞാനാണ് എഴുതാറുള്ളത്, എന്നെക്കൊണ്ടാണ് താത്ത എഴുതിപ്പിക്കുക കേട്ടോ. താത്ത ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അപ്പം 2 മാസം കൂടി കഴിഞ്ഞ താത്ത ഉണ്ടാവില്ല. അപ്പോഴേക്കും എന്നെയും താത്തയുടെ അനിയത്തി ഉണ്ട്, അവളെയും കൂടെ പഠിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ താത്ത. അതുകൊണ്ട് ഇപ്പോൾ ഈ കണക്കുകളൊക്കെ എന്നെക്കൊണ്ടാണ് എഴുതിപ്പിക്കാറുള്ളത്. പിന്നെ DRC എടുക്കുന്നതൊക്കെ ഞാനാണ് കേട്ടോ. ഇത് കണ്ടോ, വലിയൊരു കമ്പനിയാണ് കേട്ടോ. നമ്മുടെ അപ്പുറത്തേക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് നമുക്ക് ഫുഡൊക്കെ വെച്ച് തരുന്ന സ്ഥലം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് 2 കോഴി ഫാം ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാണ് DRCക്ക് ഞാൻ ഇന്ന് എടുത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പാല് ഓരോ തൂക്കത്തിലുള്ള പാലുകളിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് ഇത് നാളെ എടുത്തിട്ടാണ് നമ്മളിത് പരത്തി അവർ ഷീറ്റ് ഉണക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈച്ചയ്ക്കുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈച്ചപ്പേപ്പർ തന്നെയാണോ അതിന് പറയുക. അതിൽ കുറേ ഈച്ചകൾ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4-5 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാസം 26-ാം തീയതി ലോലോസിൻ്റെ ആർട്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോലോസ് 2 ഐറ്റംസിന് കൂടിയിട്ടുണ്ട് കേട്ടോ. ആക്ഷൻ സോങ്ങിനും പിന്നെ ഫോക്ക് ഡാൻസിനുമാണ് അവൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെ വീട്ടിലെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ, അവളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ അവൾ പഠിച്ചു കഴിഞ്ഞാൽ അവൾക്കും അവളുടെ സ്കൂളിൽ കളിക്കാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അവളും കൂടെ കളിക്കുന്നത്. ലോലൂസിനാണെങ്കിൽ ഡാൻസ് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ ഫോക്ക് ഡാൻസിന് കൂട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്കൂളിൽ ചെന്നിട്ട് അവൾ സ്റ്റേജിൽ നിന്ന് കളിക്കുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു ഇത് കേട്ടോ. പിന്നെ ഇങ്ങനെ തന്നെയല്ലേ കുട്ടികളെ ഓരോന്നും നമ്മൾ ശീലിപ്പിക്കുന്നത്. ഇത് ചെറുപ്പം മുതലേ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു മടി മാറി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ലോലൂസിന് ക്ലാസ്സുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവൾ എത്തിയതിന് ശേഷമായിരിക്കും കേട്ടോ ഞാൻ എത്തുന്നത്. ഇന്നും വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശനി ഞായറും ഒന്നും ഒഴിവില്ല, നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ഞങ്ങൾ 3 പേരും കൂടെ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.